ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിനിഷ് ടെക്നോസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ മാത്തമാറ്റിക്സ് സിലബസിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ലീനിയർ ഓൾജിബ്രയിൽ നോർമലി റിപ്പീറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ മെട്രിക്സ് എ ബി എ നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ 4. എന്ന് പറയുന്നത് എന്താണ്? ഒരു 4/4 മെട്രിക്സ് ആണ്. ആ 4/4 മെട്രിക്സ് എന്താണ്? നോൺ സിംഗുലർ ആണ്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ദെൻ ദ റാങ്ക് ഓഫ് എ ക്യൂബ് ഈസ്. ഒറിജിനൽ മെട്രിക്സ് എ ആയിരുന്നു. അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ക്യൂബ് ആണ്. അല്ലെങ്കിൽ ഒറിജിനൽ മെട്രിക്സ് റേസ് ടു ദ പവർ 3 ആക്കിയാൽ വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് പറയാം എ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ദെർഫോർ ഡിറ്റർമിനൻ്റ് ഓഫ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഒരു 4/4 മെട്രിക്സ് ആയതുകൊണ്ട് ഈ ഒറിജിനൽ മെട്രിക്സിന് എത്ര ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും? 4 ഡിഫറൻറ്റ് അല്ലെങ്കിൽ 4 യുണീക്ക് ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം. ഞാനതിനെ λ1, λ2, λ3 ആൻഡ് λ4 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സ് ആണ്. ദെർഫോർ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ 4 ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം λ1, λ2, λ3 ആൻഡ് λ4 എന്തായിരിക്കണം? നോൺ 0 ആയിരിക്കണം. ദെർഫോർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു റിലേഷൻ അറിയാം. എ എന്ന് പറഞ്ഞ ഒറിജിനൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് λ1, λ2, λ3 ആൻഡ് λ4 ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ക്യൂബ് എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? λ1 ക്യൂബ്, λ2 ക്യൂബ്, കറസ്പോണ്ടിങ് λ3 ക്യൂബ് ആൻഡ് λ4 ക്യൂബ് ആയിരിക്കും. അല്ലെങ്കിൽ λ4 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒറിജിനൽ ലാംഡ വാല്യൂസ് അല്ലെങ്കിൽ ഒറിജിനൽ ഏഗൻ വാല്യൂസ് എന്താണ്? നോൺ 0 ആണ്. ദെർഫോർ അതിൻ്റെ ക്യൂബ് ഓഫ് ദ എലമെൻറ്റും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ക്യൂബ് എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം എ ക്യൂബ് എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ 4 ഡിഫറെൻറ്റ് ഏഗൻ വാല്യൂസ് എന്താണ്? നോൺ 0 ആണ്. ദെർഫോർ എ ക്യൂബിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് എന്തെന്ന് പറയാം? പ്രൊഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ ക്യൂബ് എന്ന് പറയാം. ദെർഫോർ ഈ 4 ഏഗൻ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ ഏഗൻ വാല്യൂസും നോൺ 0 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ക്യൂബ് ഈക്വൽ ടു നമുക്ക് പറയാം λ1 ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് λ2 ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് λ3 ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് λ4 ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. ഒരു എന്താണ്? മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സിൻ്റെ റാങ്ക് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. ഒറിജിനൽ മെട്രിക്സ് എന്തായിരുന്നു? ഒരു 4/4 മെട്രിക്സ് ആയിരുന്നു. ദെർഫോർ എ ക്യൂബിൻ്റെ ഓർഡർ എന്തായിരിക്കും? 4/4 ആയിരിക്കും. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ഈക്വൽ ടു 4 ആയിരിക്കും.